ഇരിമ്പിളിയം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ശനിയാഴ്ച രാവിലെയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്. UDFന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ലീഗിൽ നിന്ന് റജില നൌഷാദ് വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ UDFിൽ നിന്ന് മൊയ്തു മാസ്റ്ററും LDFിൽ നിന്ന് മെറീഷുമാണ് മത്സരിച്ചത്. മൊയ്തു മാസ്റ്റർ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. കഴിഞ്ഞ 15 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ആളുകളുടെ ഇടയിൽ വളരെ മുന്നിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ തുടർച്ചയായി ഇനി അങ്ങോട്ടും ഉള്ള കാലയളവിൽ മാതൃകാ പ്രവർത്തനങ്ങൾ തന്നെ ഇരിമ്പിളിയം ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതിൽ കൃഷിക്കാണ് ഏറ്റവും പ്രാധാന്യം നൽകുന്നത്. കുറ്റിപ്പുറം ബ്ലോക്കിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ കൃഷി നടത്തുന്ന ഒരു പഞ്ചായത്തും കാർഷിക പ്രവർത്തനങ്ങൾ നടത്തുന്ന പഞ്ചായത്തും ഇരിമ്പിളിയം ഗ്രാമപഞ്ചായത്താണ്. അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ഇനിയും അങ്ങോട്ടും ഉണ്ടാകും. അതുപോലെ അടിസ്ഥാന വികസനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല എന്നിവയ്ക്കൊക്കെ ഊന്നൽ നൽകിക്കൊണ്ട് തന്നെ ഇരിമ്പിളിയം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകും. അപ്പോൾ നമ്മൾ വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തു എന്നുള്ളത് ശരിയാണ്. ഇതിൻ്റെ മുമ്പേ ഒരു പ്രാവശ്യം പഞ്ചായത്ത് പ്രസിഡൻറ്റും ആയിരുന്ന ആളാണ്. അപ്പോൾ ആ സമയത്താണ് അന്നത്തെ ഭരണസമിതിയുടെ കാലത്താണ് ഇരിമ്പിളിയം ഗ്രാമപഞ്ചായത്തിൽ വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരു വലിയ കുതിച്ചുചാട്ടം തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഇപ്പോൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഇപ്പോൾ ഒരു 2 മാസം മുമ്പ് ഫാമിലി ഹെൽത്ത് സെൻ്ററായിട്ട് ഉയർത്തപ്പെട്ടിട്ടുണ്ട്. ഇനിയും ഞങ്ങൾ കൂട്ടായി ആലോചിച്ച് ഈ ആരോഗ്യ മേഖലയെ വിപുലീകരിക്കുമ്പോൾ ആ ഫാമിലി ഹെൽത്ത് സെൻ്ററിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെ ഏത് രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാം എന്നുള്ളതിനെ സംബന്ധിച്ചായിരിക്കും ഞങ്ങളുടെ പ്രധാന ചിന്ത. അതുപോലെ തന്നെ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ സബ് സെൻ്ററുകളുണ്ട്. ആ സബ് സെൻ്ററുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് അവിടെ പുതുതായിട്ട് എന്തെല്ലെങ്കിലും പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ള ആലോചിക്കും. അതുപോലെ യുനാനി, സിദ്ധ തുടങ്ങിയ പുതിയ സംരംഭങ്ങൾ ആരോഗ്യ മേഖലയിൽ കൊണ്ടുവരാനുള്ള ശ്രമം ഈ ഭരണസമിതിയുടെ കാലത്ത് ഞങ്ങൾ നടത്തും. തുടർന്ന് നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് ആബിദ് ഹുസൈൻ തങ്ങൾ MLA ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ ഒരു ഭരണകൂടം, ജനങ്ങളുടെ ഒരു ഭരണകൂടം എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടാക്കിയെടുക്കുക എന്ന വലിയ ഒരു ദൗത്യമാണ് അതിലൂടെ നിർവഹിക്കപ്പെട്ടത്. അത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ആഗ്രഹമായിരുന്നു, ആശയമായിരുന്നു, അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമായിരുന്നു. ആ ലക്ഷ്യമാണ് പൂർത്തീകരിച്ചത്. അതിലൂടെ ആകെ 20 അംഗങ്ങളുള്ള ഇരിമ്പിളിയം പഞ്ചായത്തിൽ UDFന് 17ഉം LDFന് 3 അംഗങ്ങളാണുള്ളത്. രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലെ നിരവധി ആളുകൾ സത്യപ്രതിജ്ഞയിൽ പങ്കെടുത്തു. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം.